ജനഹിതം അറിയും മുൻപേ എന്ന നമ്മുടെ പരിപാടിയുമായി ഇന്നുള്ളത് മട്ടന്നൂരിലാണ്. മട്ടന്നൂരിലെ NDA സ്ഥാനാർത്ഥി ബിജു എളക്കുഴി നമുക്കൊപ്പമുണ്ട്. നമസ്കാരം ബിജു ചേട്ടാ. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ കഴിഞ്ഞു, എന്താണ് പ്രതീക്ഷ? മട്ടന്നൂരിൽ NDAക്ക് വളരെയേറെ പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിപരീതമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഒരു വോട്ട് രേഖപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തലും. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കാണുമ്പോഴും പല പ്രോഗ്രാമുകളിലായിട്ട് വോട്ടർമാരെ നേരിൽ കാണുമ്പോൾ ഈ പ്രാവശ്യത്തെ വോട്ട് നിങ്ങൾക്കാണ് ചെയ്തത് എന്ന് വോട്ടർമാർ നേരിട്ട് പറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പതിവിൽ നിന്ന് വിപരീതമായി മട്ടന്നൂർ എന്ന് പറഞ്ഞാൽ ഒരു ഇടതു കോട്ട എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോകുമ്പോഴാണ് അവിടുത്തെ ഗ്രാമവാസികൾ നേരിട്ട് ഞങ്ങളെ കാണുകയും നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന് നേരിട്ട് പറയും. ഇതിനു മുമ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനെയൊരു പ്രതീക്ഷ നമുക്ക് നൽകുന്ന രീതിയിൽ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്നാൽ അതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ പ്രാവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയേറെ വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മാറാത്തത് മാറും എന്ന് തന്നെയാണ് BJPയുടെ ടാഗ്ലൈൻ, അത് തന്നെയാണല്ലോ. അതെ, BJP ഈ പ്രാവശ്യം സംസ്ഥാന തലത്തിൽ എടുത്തിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് മാറാത്തത് മാറും. മട്ടന്നൂരിന് മാറ്റത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട് നമുക്ക് നൽകുമെന്നുള്ളതാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഞങ്ങൾ ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിപരീതമായി വിവാദ വിഷയങ്ങളിലേക്കൊന്നും ഞങ്ങൾ കൈകടത്താതെ പൂർണ്ണമായിട്ടും വികസനത്തിൽ ഊന്നിയിട്ടുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാനാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം ഞങ്ങൾ ചെയ്തത്. വികസനത്തിന് ഊന്നിക്കൊണ്ടുള്ള ഒരു വോട്ട് ചോദിക്കലാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഈ നാട്ടിലെ വോട്ടർമാർ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നാണ് എനിക്ക് ഇപ്പോൾ അഭിപ്രായപ്പെടാനുള്ളത്. ഇപ്പം വിമാനത്താവളം വരെ ഉള്ള ഒരു നഗരമാണ്. അപ്പം അതിന് ഈ നാട്ടിൽ ആവശ്യത്തിനുള്ള വികസനം വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല ചോദ്യമാണത്. എയർപോർട്ട് നഗരമാണ് മട്ടന്നൂർ. എന്നാൽ എയർപോർട്ട് വന്നിട്ടും ആ എയർപോർട്ട് നഗരത്തിനനുസരിച്ചിട്ടുള്ള ഒരു വികസനവും ഇവിടെ കൊണ്ടുവരാൻ നാളിതുവരെ ഇവിടെ ജനപ്രതിനിധി ആയവർക്ക് സാധിച്ചിട്ടില്ല. ജനപ്രതിനിധി ആയവരെല്ലാം ഭരണ സംവിധാനത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാരാണ്. ഒന്നാമനായിട്ടും രണ്ടാമതും ഒക്കെ ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഈ ഭരണ സംവിധാനത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരാണ്. എന്നാൽ അവർ സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. എന്നാൽ മട്ടന്നൂരിലെ വികസനം അത് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ മട്ടന്നൂരിന് കാലത്തിനൊത്ത വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തലശ്ശേരി മട്ടന്നൂർ ഹൈവേ നമ്മൾ നോക്കൂ, ഇൻ്റർ സ്റ്റേറ്റ് പാതയാണിത്. അത് ഇതുവരെ ആയിട്ടും ഒരു 4 വരിയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ആരൊക്കെ ഇവിടെ ജനപ്രതിനിധികളായി? മന്ത്രിസഭയിലെ രണ്ടാമനായി, മന്ത്രിസഭയിലെ ഏറ്റവും പ്രമുഖ വകുപ്പ് കൈകാര്യം ചെയ്ത ശൈലജ ടീച്ചർ പ്രതിനിധാനം ചെയ്ത മണ്ഡലം, ടീച്ചർ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് മട്ടന്നൂർ. ടീച്ചർ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് കൂത്തുപറമ്പ്. ടീച്ചർ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് പേരാവൂർ. ഈ മണ്ഡലങ്ങളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. എന്നിട്ടും ഈ റോഡ് ഒരു 4 വരി പാതയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മട്ടന്നൂരിൽ കാലത്തിനൊത്ത വികസനം വന്നിട്ടില്ല. ശൈലജ ടീച്ചർ പറഞ്ഞു, അപ്പം ടീച്ചറുടെ സ്വന്തം മണ്ഡലമായിരുന്നു മട്ടന്നൂർ. അപ്പോൾ ടീച്ചർ ഇവിടുന്ന് മാറിയത് പാർട്ടിക്കുള്ളിൽ തന്നെ മുറിമുറുപ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റ് പാർട്ടിക്കാർക്ക് അനുകൂലമായിരിക്കുമോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകും. കോവിഡിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം ഒക്കെ നമുക്കറിയാം. അന്ന് ടീച്ചർ മുഖ്യമന്ത്രിയാകും. ഇനി മുഖ്യമന്ത്രി ആയിട്ടില്ലെങ്കിലും ഭരണത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യും എന്നുള്ള സാഹചര്യത്തിലാണ് വോട്ടർമാർ വോട്ട് കൊടുത്തത്. എന്നാൽ ടീച്ചറെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് നമ്മൾ കണ്ടത് ടീച്ചറുടെ മണ്ഡലത്തിൽ ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കുന്നതിന് പോലും അല്ലെങ്കിൽ ഫണ്ടുകൾ വാങ്ങിച്ചെടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു.
ഒരു നല്ലൊരു ഹോസ്പിറ്റൽ പണിയണ്ടേ ഇവിടെ? ഹോസ്പിറ്റൽ പണിയാൻ, ഒരു സ്പെഷ്യലൈസ്ഡ് ആശുപത്രി പണിയാൻ വേണ്ടിയിട്ട് ഫണ്ട് നീക്കി വെച്ചു, സ്ഥലം ഏറ്റെടുത്തു. എത്ര വർഷമായി? ഇപ്പോൾ 8 വർഷമായി ഒരു സ്ലാബ് പോലും വാർക്കാൻ കഴിയാതെ, കോൺക്രീറ്റ് ചെയ്യപ്പെടാതെ കിടക്കുകയാണ്. ആ ഒരു ആശുപത്രി പൂർണ്ണതയിലെത്തിക്കാൻ എന്തുകൊണ്ട് ടീച്ചർക്ക് സാധിച്ചിട്ടില്ല? BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെ വന്ന് പ്രചരണം നടത്തിയൊരു മണ്ഡലമാണ്. ഇതൊക്കെ വോട്ടായി മാറുമോ? കൃത്യമായും BJPയുടെ ദേശീയ അധ്യക്ഷൻ മട്ടന്നൂർ മണ്ഡലത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രാധാന്യം മട്ടന്നൂർ മണ്ഡലത്തിന് ദേശീയ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതിൻ്റെ ഒരു അലിയൊലി ഈ മണ്ഡലത്തിൽ ഉണ്ടാകും. അദ്ദേഹവും വളരെ ആവേശത്തിലായിരുന്നു. നട്ടുച്ചക്ക് പോലും ആയിരക്കണക്കിന് ആളുകൾ മട്ടന്നൂർ പോലത്തുള്ളൊരു മണ്ഡലത്തിൽ പ്രചരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ഒരു മുന്നേറ്റം NDAക്ക് മട്ടന്നൂരിൽ കാണിക്കുകയാണ്. മോദി എഫക്റ്റ് രാജ്യത്തുടനീളമുണ്ട്. കേരളത്തിലും അത് സാധ്യമാകുമോ? മോഡി എഫക്റ്റ് കേരളത്തിലുണ്ടാകും. അതിൻ്റെ ഒരു പരിണിത ഫലം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിധിയിൽ കാണാൻ വേണ്ടി കഴിയും. ധാരാളം ആളുകൾക്ക് നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. കൃഷി സമ്മാൻ നിധി 2000 രൂപ വെച്ച് ഒരു വർഷം 6000 രൂപ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സുകന്യ സമൃദ്ധി യോജന, വിദ്യാഭ്യാസത്തിന് മാത്രമല്ല അവരുടെ വിവാഹത്തിന് കൂടി ഉൾപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ്. പിന്നെ മാതൃവന്ദൻ യോജന, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ഗർഭിണികളായ സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷവും പോഷകാഹാരം കിട്ടുന്ന അംഗൻവാടി വഴി വിതരണം ചെയ്യുന്ന മാതൃവന്ദൻ യോജന, പണവും കൂടി ലഭിക്കുമല്ലോ. അപ്പോൾ മാതൃവന്ദൻ യോജന, അങ്ങനെ ധാരാളം പദ്ധതികൾ. നേരിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന, ജലജീവൻ മിഷൻ, കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ മുതൽ ഇങ്ങോട്ട് ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു ഗവൺമെൻറ്റാണ് NDA ഗവൺമെൻറ്. ഇപ്പം അമ്പലങ്ങളിൽ ആന എഴുന്നള്ളിക്കുന്നു, വെടിക്കെട്ട്, നിരന്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയാണ്. അപ്പോൾ ഒരു വിഭാഗം ഇതൊക്കെ നിരോധിക്കണം എന്ന് പറയുന്നുണ്ട്. BJPൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, സത്യത്തിൽ ഈ ഒരു വെടിക്കെട്ട് അമ്പലത്തിന് ആചാരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെടിക്കെട്ടാണോ എന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. സത്യത്തിൽ ആചാരം എന്ന് പറയുന്ന ചെറിയൊരു വെടി പൊട്ടിക്കുക, കതിന ഒക്കെ പൊട്ടിക്കുക, അന്നല്ലാതെ ഇതുപോലെ വലിയ വെടിക്കോപ്പുകൾ. പക്ഷേ ഇതൊക്കെ മത്സരത്തിലേക്ക് എത്തിയേൽക്കുന്നു. നാടുകൾ തമ്മിലുള്ള മത്സരം, വ്യവസായികൾ തമ്മിലുള്ള മത്സരം. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ കൂറ്റൻ വെടിക്കെട്ടുകളൊക്കെ വരുന്നത്. സത്യത്തിൽ ഈ ഒരു വെടിക്കെട്ടുകൾ ആവശ്യമാണോ എന്ന് ആ സമൂഹം, ഹിന്ദു സമൂഹം വിലയിരുത്തേണ്ടത്, അതിൻ്റെ ആചാര്യന്മാർ വിലയിരുത്തണം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നു വന്നത്. ഇപ്പം നിലവിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഇപ്പം നിയമസഭയെ അഭിമുഖീകരിക്കുന്നു. എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ? കഴിഞ്ഞ നിയോജക മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി മത്സരിക്കാൻ നിയോഗിച്ചത് തന്നെയാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളും നമുക്ക് അറിയാം. ആദ്യം മത്സരിക്കുന്ന സമയത്ത് 7700 വോട്ടായിരുന്നു കിട്ടിയത്. പിന്നെ അതിനെ നമുക്ക് 18000 വോട്ടായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ വോട്ടിപ്പോൾ നിലനിൽക്കുകയാണ്. ഈ പ്രാവശ്യം വലിയൊരു മുന്നേറ്റം കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൽ BJPക്ക് എങ്ങനെയായിരിക്കും? എത്ര സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷ? കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ BJPക്ക് സീറ്റുണ്ടാവും. അപ്പോൾ ഇതുവരെ കാണാതെ ഒരു മുന്നേറ്റം കേരളത്തിൻ്റെ മണ്ണിലുണ്ടാവും. നമ്മൾ നേരത്തെ ജയിച്ച സീറ്റുകൾ ജയിക്കും. ഈ പ്രാവശ്യം പുതിയ സീറ്റുകൾ നമ്മൾ പിടിച്ചെടുക്കും. എണ്ണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഞ്ചേശ്വരം മുതൽ നേമം വരെ BJP കൃത്യമായിട്ടും 2 അക്കം നമ്മുടെ ഈ പ്രാവശ്യം കൃത്യമായിട്ടും 2 അക്കം കടക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. UDFും BJPയും ഒരു അന്തർധാരയുണ്ട് എന്നതാണ്. അത് UDFും ആരോപിക്കുന്നുണ്ട്, LDFും ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അറിയാലോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത്. ഞങ്ങൾ ഇടതിനെയും വലതിനെയും നേരിട്ടിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ടേക്ക് പോയത്. രണ്ടിനെയും ഒരുപോലെ നേരിടുകയാണ്. LDFിനെയും UDFിനെയും കുഴിച്ചു മൂടുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. കോൺഗ്രസിനെ ഇല്ലാതാക്കിയിട്ടാണല്ലോ കേന്ദ്രത്തിൽ BJP അധികാരത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്.
ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഇല്ലാത്ത രീതിയിൽ BJPയുടെ ഒരു മുന്നേറ്റം പല കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് CPMനെയും കോൺഗ്രസിനെയും ഞങ്ങൾ ഒരുപോലെയാണ് നേരിടുന്നത്. ഈ രണ്ട് മുന്നണികളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കള്ളനാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. നമ്മൾ വിവിധ വിഷയങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. മട്ടന്നൂരിൽ നിന്നും നമ്മൾ രാജ്യത്തുടനീളം സഞ്ചരിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ജനഹിതം അറിയാം എന്ന പരിപാടിയുമായി നമ്മോട് സഹകരിച്ചത് നമസ്കാരം.